സോ ഹായ് ഗൈസ്, തിരിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ഈ സെർവറിന്റെ സെക്കൻഡ് വീഡിയോ. പക്ഷെ നിങ്ങൾ ആരും സെർവറിനെ പറ്റിയ ഒരു പേര് കമന്റ് ചെയ്തിട്ടില്ല. നോ ഇഷ്യൂ, നമ്മൾ ഇനി വീഡിയോയിലും ആൾക്കാരുടെ കമന്റ് കാത്തിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കളിക്കാൻ മാസയില്ല, ബട്ട് ദൂരുണ്ട്. ഇവിടെ ഒരു ഹായ് കാണിച്ചോ. ഹൈ. ഹലോ ഹലോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ്. നല്ല വീഡിയോ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ കുഴിച്ചൊക്കെ പോയി കുറെ സാധനമായിട്ടാണ് തിരിച്ചു വന്നത്. അല്ലേ ഇവിടെ അതെ അതെ എനിക്ക് ഇടയ്ക്ക് വെച്ച് നെറ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, എന്റെ കറണ്ട് പോയി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇടിവെട്ടൊക്കെ എന്റെ ഒരു 10 ഡയമണ്ട് ഉണ്ടായിരുന്നു. അതിലൊരു 5 എണ്ണം ഞാൻ ദൂരം എനിക്ക് തന്നു കൊണ്ടിട്ടുണ്ട്. guys. നന്മ സുഹൃത്തുക്കളെ. അതെ അതെ അതെ, ലോൺ ഒരു വലിയ നന്മമരം തന്നെ. Yes, yes. പിന്നെ ആ താഴെ പക്ഷെ നമ്മൾ മൈൻഷാഫ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന എക്സ്പ്ലോർ ഒരു ബേസ് ചെയ്തായിരുന്നു. ഉണ്ട്. അവിടെ എന്ത് മൈൻസ്? പൊട്ടിച്ചെടുത്തോട്ട് വന്നതാണ് ഈ റെയിൽ മൊത്തം. അവിടെ അവിടെ റെയിലൊക്കെ എന്ത്? റെയിൽ വേണം. 64 ആയണോ? അതല്ലേ പറഞ്ഞേ, നമ്മള് ഫുള്ള് കുഴിച്ചോണ്ടിരിക്കായിരുന്നു അവിടെ. ഭ്രാന്തൻ. സീന്നല്ല പിന്നെ. എന്തായാലും എന്റെ അമ്മ, നീ എന്തായാലും ഗ്രൈൻഡ് ചെയ്ത്. എന്റെ ഇന്ന് 24 ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഫുൾ അയൺ ആർമർ, അതെ 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 ഡയമണ്ട് ആർമർ ആവില്ല, പിക്കാക്സ് അല്ല ഉണ്ടാക്കും. അതെ അതെ അതെ. ഇവിടെ ആ ഒന്നുമില്ല. ചുമ്മാ വിളിച്ചാ ഓക്കെ, നമ്മൾ അവിടെ ആൻസ്മെന്റ്. അപ്പൊ ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ ചെറിയ സംഭവം കണ്ടുപിടിച്ചടാ. ഇങ്ങ് വാടാ, കാണിച്ചു വിടറാ. നിങ്ങളും ഇത് കണ്ടോ, കണ്ടിട്ടുള്ളതായിരിക്കും, ഈ പക്ഷെ ഞാൻ സീഡിന്റെ കണ്ടപ്പോ ഞെട്ടിപ്പോയി. എനിക്കറിയില്ല വേറെ ഇങ്ങനെ ഉണ്ടോന്ന്. ഈ സീഡിൽ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഐലൻഡ്. ഇത് കണ്ടോ, കംപ്ലീറ്റ് എയറിലാണ്. കണ്ടോ, അവിടെ ഒരു മാംഗ്രോവ് ഉണ്ട്. ഇത് കണ്ടോ, അവിടെയും വേറൊരു ഇതുണ്ട്. മനസ്സിലായോ? ഞാൻ വേറൊരു സാധനം കൂടി കണ്ട്. സൂക്ഷിച്ചു നോക്കി, അവിടെ ഒരു കോൾ ബ്ലോക്ക് കാണാം. അതും അവിടെ പൊട്ടു. അതെവിടെ? ആ അതെ, അവിടെ എന്റെ പ്ലസ് പോയിന്റ് ഇരിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ? ഒരു ബേസ് ഉണ്ടാക്കണം, ഒരു ചെറിയൊരു വീട്. ഞങ്ങൾ ബേസ് ഉണ്ടാകും. അത് നടക്കാൻ സാധ്യത. ഓ, അതും കൂടി നടക്കിയല്ലേ ചിലപ്പം. ബേസിന് ഡിസൈനിങ് ആരെയാണ് ഇവിടെ? ഞാൻ ചെയ്യണോണ്ട് എന്താണേലും ചെയ്യാം. ആര് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് നമുക്ക് നീ നോക്കാം. ചെയ്യുന്നതായിരിക്കും. പച്ച അത്താര ജസ്റ്റ് മിസ്. ഇവിടെ ചെസ്റ്റ് വേണം. ജസ്റ്റ് ഇപ്പൊ ഇല്ല കയ്യില്. ഈ വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ ജസ്റ്റ്. അതെന്റെയാ, എടുത്തത്. പൊട്ടിച്ചോണ്ട് പോകാനല്ല, സാധനം വെക്കാൻ. എനിക്കിവിടെ കുറച്ചും കൂടി അയൺ കിട്ടി. നല്ലേ. അവിടെ ഒരു 24 അയൺ ഉണ്ടായിരുന്നു, അത് എന്റെയാണ്. ഞാൻ അയൺ ആർമർ ഉണ്ടാക്കാൻ. ഇവിടെ ഒരു MLG ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, ഉണ്ടാക്കാൻ പറ്റിയില്ല. ഓ യാ ഗൈസ്, എങ്ങനെയൊക്കെ ചാടിയാണോ MLG ഉണ്ടാക്കണോന്നൊക്കെ. എന്ത് കഷ്ടാണ് എന്റെ. അപ്പൊ ഇതുപോലത്തെ മിസ്റ്റേക്സ് ഒക്കെ സംഭവിക്കാം. ഓൾസോ എങ്ങാനും ഞാൻ പറയാതെ എക്സിറ്റ് ആയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി, KCB ചതിച്ചു ഗായ്സ്. യാ, കറണ്ട് പോയാൽ ഞാൻ ലീവ് അടിക്കേണ്ടി വരും. എനിക്ക് നമുക്ക് കുറച്ച് റിസോഴ്സസ് ഒക്കെ വേണം. അത് പഴയ ഒരു പുള്ളിയാ, വേറൊരു ചാനലിൽ കളിച്ചോണ്ടിരുന്നത്. പുള്ളിയുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണുമായിരുന്നു. മിസ്റ്റർ ടെക് റിവ്യ. പുള്ളിക്കാരൻ എങ്ങനെയാ? എന്തോന്ന് ടെക് റിവ്യ? ബീസ്റ്റിന്റെ ഒക്കെ ചാനലുള്ള പുള്ളിയാ. എഡ്രായൻ ഡയനെ കിട്ടിയിട്ടുള്ളൂ. അറിയാത്ത എഴുത്തയച്ചാൽ പറയുന്നു. ഈ കുക്കഡ് മീറ്റ് എനിക്ക് എന്താണ്, കുറച്ച് ഫുഡേ ഉള്ളൂ. ഇഷ്ടം പോലെ എടി, ഇതെന്നാണ് ഞാൻ ഇവിടെ എടുക്കുന്ന അയണൊക്കെ കാണാണ്ട് പോണേ. അതെന്റെ ഇൻവെന്ററി കേറിയിട്ട് അതിപ്പോ ഞാൻ തന്നതാണ്. അപ്പൊ മറ്റേതോ? അത് ഞാൻ എടുത്തത്. എടാ, ഇത് എന്തായണോടാ? ഞാൻ റിച്ച് ആയിനോ. കറണ്ട് പോയിട്ടേ ഇല്ല, അതെങ്കിൽ ഞാൻ കരഞ്ഞാന്. കാരണം എനിക്കൊന്നും കിട്ടിയില്ല.
ഡൂഡിന്റെ രോദനം നമ്മൾ കണ്ടാലേ ഇറങ്ങിപ്പടാ. അവിടെ ഒരു അല്ലാത്തൊക്കെ വില്ലേജിനും കൂടെ കയറി കിടന്നത് ഞാൻ ഇവിടെ കയറി കിടന്നു. താഴെയില്ല വരും. ഓക്കെ, വിജയകരമായി നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. എടാ എനിക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടോ? അപ്പൊ ചെറിയ ലാഗ് ഉണ്ടാവും വീഡിയോയില്. ഡൂഡിന് പിങ്ങ. ആ 3 കട്ടേ ഉള്ളു. ആ ഇതല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ഫൈനലി ഫുൾ സെറ്റ് അയൺ ആർമർ ആവാൻ പോവുകയാണ്. ഓക്കെ ഡൂഡൻ, അപ്പൊ നമുക്ക് ബേസിലുള്ള റീസോഴ്സ് ഒക്കെ എങ്ങനെ ഗ്യാദർ ചെയ്ത് തുടങ്ങിയാലും തുടങ്ങാം. എന്നൊക്കെ വേണം ആദ്യം? നമ്മുടെ ബേസ് ഐഡിയ എങ്ങനെയാ? അക്കേഷ്യ വുഡ് തന്നെ വെച്ചങ്ങ് ചെയ്താലോ? അക്കേഷ്യ വുഡ് തന്നെ വെച്ചങ്ങ് ഉണ്ടാക്കിയാലോ? ഫൈനലി ബ്രീഡർ ഇപ്പൊ വേണ്ടോ? എല്ലാം കൂടെ ഒറ്റ ഇതില് സെറ്റ് ആക്കണ്ട, കാരണം പണിയാ അത്. ടൈം ഒത്തിരി ഇല്ലല്ലോ. നമുക്ക് ബ്രീഡർ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കാം. ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുതരാം. കുറച്ച് എടാ ഈ ഡയമണ്ട് ഇവിടെ വെച്ച സീൻ ഇല്ലായിരിക്കൂലേ? കാരണം ഞാൻ നടന്നാ ചിലപ്പോ കൊല്ലും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത പുതിയ ഒരെണ്ണം കിട്ടും. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് റിസോഴ്സസ് ഒക്കെ ഗ്യാദർ ചെയ്തിട്ട് വരാം ഗൈസ്. ചെസ്റ്റും ഇതും എന്തിനാണെന്ന് നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞു. മരം നാളെ കഴിഞ്ഞ് രാവിലെ തീർച്ചയായിട്ടും. അപ്പൊ നമ്മളൊരു വില്ലേജർ ഔട്ട് പോസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ബേസ് ആ സൈഡില്. അങ്ങോട്ട് കയറി പോരുത്, അങ്ങോട്ട് കയറി പോരുത്. അവിടെ ഉണ്ട്, അവിടെ നോക്ക്, റൈറ്റ് സൈഡ് നോക്ക്. ഇവിടെ ഇച്ചിരി ഫോറസ്റ്റ് പോയ ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. കാരണം നമുക്ക് ഇവിടെ വീട് വെക്കാം. പിന്നെ അവിടെ എന്താ ഉള്ളേ? ഇവിടെ ഈ ഔട്ട് പോസ്റ്റ് മാത്രമുണ്ട്. വില്ലേജേഴ്സ് ഇല്ലേ? ഇതുവരെ നിക്ക, ഞാനും വരുന്നു. എടേ ഇതെന്തൊരു കഷ്ടാണ്. കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഞാനങ്ങ് പൊക്കത്തെത്തി. ആരും ഇല്ല ഇവിടെ. ആരും ഇല്ലടാ ഇവിടെ. നീ ആരും ഇല്ലെന്ന് പറഞ്ഞേ? പടയം വിട്ട് ആൾക്കാര് നിക്കുന്ന അവിടെ. എന്നെ ആർക്കും വേണ്ടപ്പോ. ആൾക്കാര് വന്നടോ. ഞാൻ മണ്ടയിലോട്ട് വരണ. എവിടെ? ഇതെടുത്തോ. ഒന്നില്ലേ? തട്ടി. തട്ടി. എനിക്ക് തെറ്റാന്ന് വയ്യ, ഞാൻ അത്ര PvP ഗുഡ്. തട്ടി. എടുത്ത് ഔട്ട് പോസ്റ്റ് ഇനി സ്പോൺ ആയിക്കൊണ്ട് നിൽക്കും. ആവട്ടെ, നമുക്ക് നമ്മുടെ ബേസിന്റെ കോർഡിനേറ്റ്സ് ഒന്ന് കണ്ടുപിടിക്കണമല്ലോ, ഒന്ന് എഴുതി വെക്കണമല്ലോ ആ വില്ലേജിന്റെ. കഴിഞ്ഞ വീഡിയോയില് ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. എടാ രാത്രിയായി. അയ്യോ, പശു ചാവടാ. ഇവിടെ ഒരു മരണ പോരാട്ടം വരുമ്പോഴാ. അപ്പൊ ശനി ഇവനെ ഒന്ന് കൊന്നിട്ട് കാണിക്കാം. അവിടെ ബേസിൽ പോവാം. ഈ ക്രോസ് ബോ ഒക്കെ നോർമൽ സാധനമാണ്. ഇവന്മാർക്കൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് സമയം പറയാം. ബാട വേഗം ബേസിൽ പോവാം. നമ്മുടെ എനിക്ക് ഇവിടെ ഒരു ബാൻഡർ ഉള്ളവനെ വേണം. അതൊക്കെ വേണം. എടാ അപ്പൊ കിടക്കണ്ടേ? ഒന്ന് ഉറങ്ങിട്ട് പോന്നോ? എടാ എനിക്കും വഴി തെറ്റി. ഞാൻ അല്ലല്ലോ കളിച്ചു. എന്തിനാ നീ ഇപ്പൊ പെട്ടിയും പൊട്ടിച്ച് ഇങ്ങോട്ടേക്ക് വന്നേ? നീ വിളിച്ചോണ്ടല്ലടാ വില്ലേജ് ഔട്ട് പോസ്റ്റ് ചെയ്യണത്. വില്ലേജും ഇപ്പൊ കിട്ടും. എനിക്ക് വഴി കിട്ടി. നീ എവിടെ?
നിനക്ക് ഞാൻ നിന്റെ അടുത്തോട്ട് കണ്ട് വാ, വാ, വാ. അക്കരെ നിന്നൊരു ഇക്കരെ ചാടി, അക്കരെ നിന്നൊരാൾ ഇക്കരെ ചാടി. ആ, വാ, വാ, ഞാൻ പൊട്ടിത്തെറികൾ കണ്ട് ഞാൻ കണ്ട് ഞാൻ കണ്ട് കേൾക്കുന്നു, ഞാൻ വില്ലേജ് ഉണ്ട് ഞാൻ വില്ലേജ് ഉണ്ട്. പൊട്ടിത്തെറികൾ കേൾക്കുന്നു, പൊട്ടിത്തെറികൾ കേൾക്കുന്നു. എട്ടുകാലി നിന്റെ പുറകില്, ഗൈസ് എട്ടുകാലി നിന്റെ പുറകില്, മാസിയുടെ ക്രീപ്പർ പാട്ട് നിന്റെ കേട്ട് ഈ പുറകില്. പാട്ടൊന്നും എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല ഗൈസ്. മാസിയുടെ പാട്ട് അതിനേക്കാൾ എട്ടുകാലി നിന്റെ പുറകില്, ക്രീപ്പർ നിന്റെ പുറകില്. വേഗം ഞാനിപ്പോ കിടക്ക്, വേഗം കിടക്ക്. അപ്പൊ നമ്മളാണ് ബേസിലെത്തിയിരിക്കുകയാണ്. എണീറ്റൂടാ. അപ്പം അത് ആക്ച്വലി നല്ലൊരു ഫൈൻഡ് ആണ്. നമുക്ക് റെയ്ഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഒത്തിരി ദൂരം ഒന്നും പോകേണ്ട ആവശ്യമില്ല. നല്ലൊരു ഐഡിയ. ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് ഈ ഒരു ബയോം അത്ര രസമില്ല. എനിക്ക് ഈ ബയോം ഇഷ്ടമല്ല, സവാന ബയോം. അപ്പൊ ചെറിയ ലാഗ് ഉണ്ടാവും, പിങ് ഉണ്ടാവും, കാരണം അതെന്റെ നെറ്റ് ഇഷ്യൂ ആണ്. ഒരു 38 അയൺ എടുത്തപ്പോ എന്റെ ദേഹത്ത് ഫുള്ള് എക്സ്പി. ഇവിടെ ഈ സ്കൾട്ടൻസിനൊക്കെ കൊന്ന ബോം കിട്ടും. ഇവിടെ ഈ അയൺ വെച്ചിട്ട് എന്ത് ചെയ്യണം? അത് 53 തൽക്കാലം സൂക്ഷിക്ക്, എന്നാ എന്റെ ചാവാതെ കൈ സൂക്ഷിക്ക്. വെക്കണ്ട, എന്നാ എന്റെ കൈ വെക്കണ്ട. അണ്ണാ ഞാൻ എപ്പ വേണമെങ്കിലും ചാവാൻ സാധ്യതയുണ്ട്. ഇവിടെ എന്തോ ഈ ഒരു പരിപാടി തുടങ്ങിയത് പിന്നെ ഞാൻ എത്ര വട്ടം ചത്തിട്ടുണ്ടെന്ന് അറിയാം. എത്ര ചത്തു? ഒരൊറ്റ വട്ടം. അതാ തുടക്കത്തിൽ വിച്ചു വന്ന ഗൈസ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. ഞാൻ വീടിന്റെ അവസാനം കൂടെ തേക്കാം. നീ ചത്തോ? തുടക്കത്തിൽ ആണോ? ഞാൻ അറിഞ്ഞല്ല. അപ്പൊ നമ്മള് ഫോറസ്റ്റ് ബയോം കണ്ടുപിടിച്ചത് ഇവിടെ എവിടെയോ ആയിരുന്നു. ഇത് തന്നെ. എടാ പില്ലേജർ ഔട്ട് പോസ്റ്റിന്റെ തൊട്ട് അടുത്താളാ. അപ്പൊ ഇത് എടുക്കാണ്ടിരിക്കുന്നതിനല്ലേ. ഇപ്പോഴും പില്ലേജർ ശല്യം വരും. നമുക്ക് തട്ടാടാ അങ്ങനെയൊക്കെ. എനിക്ക് നമ്മുടെ എടാ പിന്നെയും ബേസിന്റെ കോർഡിനേറ്റ്സ് എടുത്തിട്ടില്ല. നീ ഒന്ന് കോർഡിനേറ്റ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിടുവോ? കോർഡിനേറ്റ്സ് എടാ പില്ലേജർ ഔട്ട് പോസ്റ്റ് ഉള്ള ഐലൻഡിൽ നിന്ന് നേരെ അങ്ങ് വിട്ടാൽ മതി, സവാന ഭാഗത്തോട്ട്. നമുക്ക് എന്നാലും ഒരു ഒത്തിരി ദൂരെയൊക്കെ നമ്മുടെ വില്ലേജറിനെ ട്രാൻസ്പോർട്ടിങ് ഭയങ്കര പാടായിരിക്കും. നമുക്കുണ്ടല്ലോ ഇവിടെ തന്നെ ശരിയാക്കാം. ഞാൻ പിന്നെ ഇവിടുത്തെ മരമൊട്ടം വെട്ടി തുടങ്ങും. നീ എപ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളിലൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നോ? അല്ലല്ലോ, ഒരു മിനിറ്റ്. എടാ എനിക്ക് ഇവിടെ വേറൊരു ഭയം കിട്ടിച്ചൊരു സേഫ് ആയിട്ടുള്ള ബയോം സെയിം തന്നെ, വേറെ സ്ഥലം കിട്ടിയെന്നാ ഉദ്ദേശിച്ചത്. എടാ ബേസിന്റെ ഒരു കോർഡിനേറ്റ്സ് എടുത്തോണ്ട് വരുന്നത് നല്ലതാ. നീ എന്തിനു പേടിക്കണം? എനിക്ക് വഴിയറിയാം. പിന്നെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എന്റെ കോർഡിനേറ്റ്സ് കാണിച്ചിട്ടുണ്ട്. ആണ്, എന്നാ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ വുഡൊക്കെ മുഴുവൻ മുറിച്ചിട്ട് വരാം. വുഡ് മുറിച്ചിട്ട് ഞങ്ങൾ ഇനി അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ കൂടെ ഇത്രയും വെട്ടി, ഭൂരിഭാഗം കൂടെ വെട്ടി. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് FK പോകേണ്ടി വന്നു. നോ ഇഷ്യൂ. അങ്ങനെ എത്ര വണ്ടി വെട്ടിട്ടുണ്ട്? നിന്റെയും കൂടി കൂട്ടി മൊത്തം 3, 6, 7 സ്റ്റാക്കും 8 ലോഗും. എന്റേത് 5 സ്റ്റാക്ക് 4 ലോഗും. അപ്പൊ നമ്മുടെ വീട് എങ്ങനത്തെ വീടാണ്? ഒരു മാൻഷൻ വേണോ അതോ ചെറിയ പോലെ വേണോ? മാൻഷൻ ഒരു മെഡിവൽ, ഒരു നോർമൽ മീഡിയം ബേസ്. ഗുഡ് ഐഡിയ. എന്റെ നെറ്റ് പോകുന്നുണ്ട്. എനിക്കും സെയിം പിങ് ആണ്. പിങ് അത്യാവശ്യം കാണിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അപ്പൊ ഇനി കുറച്ച് ഡെർട്ടൊക്കെ വെട്ടിക്കളയണ്ടേ? ഡെർട്ട് വെട്ടിക്കളയാം. നമുക്ക് താത്ത അല്ലേ? താത്തു ആണെ അതേ ഇവിടെയുള്ള ഡെർട്ട് പൊക്കണോ? ഈ ഒരു വൈ ലെവല് പൊക്കണോ? വേണ്ട, അങ്ങ് താത്ത അല്ലേ? അപ്പൊ നമുക്ക് താത്ത മീൻസ് ഞാൻ ഉദ്ദേശിച്ച ഇത് ഗ്രൈൻഡ് ചെയ്ത് ഈ ഒരു വൈ ലെവലില് അങ്ങ് താത്ത. ഇല്ല വേണ്ട ഈ ഒരു വില്ല്. അപ്പൊ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സൈഡ് വെട്ടിക്കള, അതായത് അവിടെ എന്തോ ഞാൻ അപ്പോഴത്തേക്കും നമ്മുടെ ഓരോ ഐറ്റംസ് വില്ലേജിൽ നിന്ന് കൊണ്ടുവരാം. പണിയുള്ള പട്ടിപ്പണി മുഴുവൻ ഞാനും എടുക്കണം, എന്നിട്ട് ഉള്ള റിസൾട്ട് അവനും. ഞാൻ ഇപ്പൊ സാധനം എടുത്തിട്ട് വരാം. നമ്മുടെ സാധനങ്ങളൊക്കെ വേണ്ടയുടെ കൂടെ, അല്ലാതെ ചുമ്മാ ചെയ്യാൻ സാധിക്കത്തില്ല.
ഗൈസ് ഞാൻ വില്ലേജിൽ എത്തിയിട്ട് അറിയിക്കാം. നീ ഗൈസ് 5 ക്രാഫ്റ്റ് ചെയ്ത് സ്റ്റോൺ. നമ്മൾ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് നേരെ എത്തിച്ചു പോകും. എടാ ഇതും കൂടി വെട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം വേണമായിരുന്നു. അപ്പൊ ഇത് വല്ലാത്തൊരു ഗ്രൈൻഡ് പണിയാണ്. ഞാൻ ഇത് മൊത്തം ഒന്ന് വെട്ടിത്തെടുത്തിട്ട് കാണിക്കാം. ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. അന്ന് അവിടെ കിടന്നിട്ടോ. ശരി എന്നാ വെട്ടിയ വൈലവല് ചെറുതായിട്ടൊന്ന് മാറി. കിടന്നു. നമ്മുടെ എത്രാമത്തെ ഡേ ആണ് ഇവിടെ ഇതിനകത്തത്? അതെങ്ങനെയാടാ കാണണേ? ഇവിടെ നോക്കട്ടെ. കാണിക്കാൻ വല്ല വഴിയുണ്ടോ? നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് ഷെയ്ഡർ ഓഫ് ചെയ്തായിരുന്നു. ബിക്കോസ് ഭയങ്കര ലാഗ് ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ ശരിയാക്കാം. സെറ്റായോ? യെസ്, സക്സസ്. ഇതിനാണ് ഓക്കുമരം കാണിക്കാത്ത സ്റ്റാറ്റിസ്റ്റിക്സില്. അല്ലെങ്കിൽ ചിലപ്പോ 324 ഓക്കുമരം ഞാൻ പൊട്ടിച്ചു. ഇഷ്ടം പോലെ മെല്ലണ്ടല്ലോ. കള്ളനല്ല, കൊച്ചു കള്ളൻ. നമ്മ എത്ര ഡേ എടാ ഇതിനകത്ത് ഡേ കാണിക്കുന്നില്ല അല്ലെ? ഒട്ടും കാണിക്കുന്നില്ല. ഒരു ചെറിയ ക്ലൂ എങ്കിലും കിട്ടിക്കൂടെ? ക്ലൂ എന്നൊക്കെ അത് പറ്റിയില്ലേ? എന്തൊക്കെ ചിന്തിച്ച് എന്തൊക്കെയാ പറയണ. ഹെൽപ്പ് ചെയ്യടാ, വാടാ. കെട്ടും പൊട്ടിച്ചു വരുവാന്ന് കേട്ടിട്ടുണ്ട്. ബെഡും പൊട്ടിച്ചു വരുന്നു. അത് പുതിയ ഐഡിയ ആണല്ലോ. ഈ ലോണുള്ള കട്ടിപ്പണി മുഴുവൻ എനിക്ക് തരും. അവൻ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ പണികൾ പോകും. കുറച്ച് അറിയാം. ഇതുവരെ നേരെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് ഒരു 100 മീറ്റർ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ആൽമരത്തിന്റെ ചവിട്ടിന്ന് പിന്നെയും വലത്തോട്ട്. ഡോറയ്ക്കകത്ത് ഇങ്ങനെ അങ്ങനെ കാണിക്കണേ? അല്ല, ഇതേതോ സിനിമയിലെ റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുക്കുന്ന. ഞാൻ വരുന്നു. രാജനല്ലേ കൊടുക്കണ്ടേ? കൊരങ്ങനെ കൊടുക്കണ്ടല്ലോ. ചുമ്മാ ഇതൊക്കെ നമ്മള് ചുമ്മാ ഫണ്ണായിട്ട് പറയുന്നതാണ് ഗൈസ്. ഒന്നും കാര്യമൊക്കെ എടുക്കണ്ട. അയ്യോ, ഇത് എന്തോരം ഉണ്ടോ? ഡയമണ്ട് ഷവർ പറഞ്ഞ ഞാൻ മിസ് ചെയ്യണു. മിസ് മാത്രമേ ചെയ്യുള്ളൂ. ഇവിടെ നിന്റെ ഡയമണ്ടുമായിട്ടാ ഞാൻ വന്നേക്കുന്നത്. എന്റെ ഡയമണ്ട് അത് അവിടെ മെച്ചപ്പെട്ടില്ല. ഒരു ബേസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് സ്ഥലം മാറ്റിയാ മതിയായിരുന്നു. തിരിച്ചു കൊണ്ടോണെങ്കിൽ ഇത് തന്നെ നമ്മള് തിരിച്ചു കൊണ്ടുപോകണ്ടേ? എടാ, ഒരു കമ്പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു കമ്പോസ്റ്ററും ഒരു ഹോപ്പറും. ബോൺമീൽ ഉണ്ടാക്കാനാണ്. ചെറിയൊരു പ്രശ്നം. എനിക്കിപ്പോ ബോൺമീലിന് പറ്റിയൊരു 4-5 സ്റ്റാക്ക് സാധനം കിട്ടിയിരുന്നു. ഞാനിപ്പോ കൊണ്ട് കളഞ്ഞതേ ഉള്ളൂ. ഈ ഐഡിയ നേരത്തെ പറയാൻ പറ്റില്ല. അതൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമില്ല. പോയാ പോട്ടെ. ഇത് ഇനിയും കിട്ടും കണ്ടോ. പുതിയ അപ്ഡേറ്റിലൊന്നും ഈ സാധനം ഒത്തിരി ഉണ്ടോ. വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കി തീർക്കാവുന്ന പരിപാടിയുള്ളത്. തീർക്കാവുന്ന പരിപാടിയുള്ളൂ. പക്ഷെ ഇതൊക്കെ എടുക്കണ്ടേ ഇനി? ഇതെല്ലാം നീ കളഞ്ഞ സാധനം അല്ലേ? ഒരു കമ്പോസ്റ്റർ അന്ന് ഞാൻ തരുന്ന സാധനം ഒന്ന് അതിലോട്ട് ഇടാൻ പറ്റുമോ? കൺട്രോൾ പ്ലസ് ക്യൂ ക്യൂ ക്യൂ
ക്യൂ ക്യൂ ക്യൂ ക്യൂ. അയ്യോ ഒരു ഒരെണ്ണം ക്യൂ. ഓക്കെ. ഇത് കുറെ ഉണ്ടല്ലോ. ആ അതൊക്കെ ഇരുന്നിട്ടോ. Yes, ഒരു gold. ഹോപ്പർ എടുത്തിട്ട് വേണമെങ്കിൽ അവിടെ വെച്ചോ. വേണ്ട. അൺലിമിറ്റഡേ ഉള്ളൂ അതേ ഞാൻ പ്രശ്നം. ഇതൊക്കെ തീർത്തിട്ട് അറിയിക്കാം. ഇതൊന്നും തീർത്തില്ല. Guys, അയ്യോ 8ന്റെ പണിയാണ്. എന്റെ ആക്സ് പോലും ഇല്ല. ബാഡോമ എനിക്ക് വേണം. കിട്ടി. ആ താടാ. അപ്പി നമുക്ക് ജസ്റ്റ് വെക്കാം. ആ Okay. എടാ എന്ത് കഷ്ടാണ്, എനിക്ക് കിട്ടിയില്ല. ഇതെന്നാടാ പിന്നീട് ആ, അതല്ല അഡ്വാൻസ്മെന്റ് കിട്ടിയില്ലെന്ന്. അഡ്വാൻസ്മെന്റ് നമുക്ക് ഇനി ഉണ്ടാക്കാലോ. ആ അതുകൊണ്ട് അത്രയൊന്നും പറയാനില്ല. അപ്പൊ ആണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ബോൺവിൽ Guys, ഫാം ഒക്കെ നമ്മൾ സെറ്റാക്കാൻ ഓർത്ത് കഷ്ടപ്പെട്ട് ഇത്രയാണ്. ബുദ്ധിപരമായ ഒരു അതെ, നീക്കം ഭയങ്കര ചെയ്തതാണ്. ബോൺമീൽ 8 ഉണ്ടാവുന്നുണ്ട്. നില പക്ഷെ പൊട്ടി. നമ്മള് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തല്ലേ അത് പറ്റും. വെറുതെ ആ ഒരു ഇത് ഹോപ്പർ ഫുള്ളായി ഉണ്ടാക്കുക. കഴിയുമ്പോൾ നമ്മളൊരു ലെഫ്റ്റ് ക്ലിക്ക് ഇങ്ങനെ കൊടുത്താലേ പുറത്തോട്ട് വരുള്ളൂ. റൈറ്റ് ക്ലിക്കടാ പൊട്ടാ. ഞാൻ ലൈഫ് ആ, അപ്പൊ guys, ഒരു 5 അയൺ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. ഇനി നമ്മളാണ് ഇത്രയും സ്ഥലം സെറ്റ് ആക്കിയിട്ടുണ്ട്. എടാ ബോൺ മിൽ ഈയല്ല മണ്ട. അറിയാതെ പറ്റിപ്പോയി. ഇയാളുടെ കാര്യം ആ എന്നാ കുഴപ്പമില്ല. ലൈക്ക് ഇതുപോലെയാണല്ലോ അറിയാണ്ട് പറ്റേ. ശരി. നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടുതലായിരിക്കും. സോറി, വേറെ വഴിയില്ല. അപ്പൊ നമുക്ക് ബേസ് അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കാം guys. അതേ കാരണം നടക്കുള്ളൂ guys. നമ്മൾ നമ്മളെ ഒത്തിരി കൊണ്ട് നേരം ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നു. അവിടെ ചെറിയ മരക്കാരൊക്കെ ഉണ്ട്. ഇനി പിടിയൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ ആകെ സീനാവും. തലമുറകളെ കൊണ്ട് കത്തിപ്പോവും ചാവും. ഗൈസ്, നിന്ന് കത്തു. ആ ഗൈസ് ആണേലും നമ്മളവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. Yes. എടാ പോയാ എടാ എടാ നമ്മളിപ്പോ അതെ എന്ത് ചെയ്യാണ് ഗൈസ്? വേറെ വഴിയില്ല. നമ്മൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കുന്നതായിരിക്കും. എല്ലാവരും കൂടെ. അതെ 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 ഉറപ്പായിട്ടും. പിന്നെ ഈ ബോൺമെൽ ഫാം മാത്രമേ ഒരു പരാജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നാറ്റിക്കാണ് അവൻ പിന്നെയും പിന്നെ. നമ്മൾ ഇത്രയും പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കി സെറ്റപ്പ് ആക്കി. എല്ലാവരും കൂടെ. പിന്നല്ലേ മിക്കവാറും ഇരുന്ന് അടുത്ത തന്നെ ഈ പൊട്ട എപ്പിസോഡില് ഈ ലോൺ കുറച്ചേ ചെയ്തോളൂ. ഞാനാണ് കൂടുതലും ചെയ്തത്. അവൻ എന്നിട്ട് ഓടി നടക്കണുണ്ടില്ല മാനത്തോട്ട് നോക്കി. മാസ്റ്റേ മിക്കവാറും അടുത്ത വീഡിയോയിൽ കൂട്ടാൻ പോണ്ടിരിക്കും. അറിയത്തില്ല. അതല്ല മാസി വരുമോ എന്നുള്ളൊരു ചെറിയ സംശയമുണ്ട്. മാസി ഇപ്പൊ നല്ല തിരക്കാണ്. അവൻ എക്സാംസ് ഒക്കെ ഉണ്ട്. പഠനത്തിന്റെ ഒരു മുന്നിലാണ്. നമുക്കൊക്കെ ഇവിടെ അവധിയാണെങ്കിലും ഞാൻ വീഡിയോ നിർത്തുവാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.